ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, വാട്ട് ഡു യു മീൻ ബൈ മാപ്പ് റീഡിംഗ്? മാപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് അതിന് 3 കോമ്പോണൻറ്റ്സ് നെസസറി ഫോർ മാപ്പ് റീഡിംഗ്. മാപ്പ് റീഡിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് മാപ്പ് റീഡിംഗ്? ഫൈൻഡിങ് ഓർ കളക്ടിങ് ഇൻഫർമേഷൻ എക്സാമിനിങ് മാപ്സ് ഈസ് കോൾഡ് മാപ്പ് റീഡിംഗ്. എക്സാമിനിങ് മാപ്സ്, അപ്പോൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, ആദ്യം ഫൈൻഡ് ചെയ്യുക, പിന്നെ കളക്ട് ചെയ്യുക, പിന്നെ എക്സാമിൻ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാപ്പ് റീഡിംഗ് എന്ന് പറയുന്നത്. 3 കമ്പോണൻറ്റ്സ് നെസസറി ഫോർ മാപ്പിംഗ്: ടൈറ്റിൽ, സ്കെയിൽ, ഡയറക്ഷൻ. 3 എണ്ണമാണ്. ടൈറ്റിൽ വേണം, സ്കെയിൽ വേണം, ഡയറക്ഷൻ വേണം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ സ്മോക്ക് ഈസ് ഫോംഡ്. ഓക്കെ, സ്മോക്ക് അല്ല, സ്മോഗാണ്. എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്, സ്മോഗ്. ഓക്കെ, what is acid rain? When coal, petroleum fuels, diesel, etc. are burnt, many gases such as carbon dioxide, carbon monoxide, etc. are released into the atmosphere. അപ്പോൾ കോള്, കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ, ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഇതൊന്നും അത്ര നല്ല ഗ്യാസസ് അല്ല, അത് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്. എക്സെട്രാ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. ഇൻ ദ അറ്റ്മോസ്ഫിയർ ദീസ് ഗ്യാസസ് മിക്സ് വിത്ത് റെയിൻ വാട്ടർ മേക്കിംഗ് ഇറ്റ് ആസിഡിക് ആൻഡ് റീച്ചസ് ദ എർത്ത് ആസ് ആസിഡ് റെയിൻ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസൊക്കെ റെയിൻ വാട്ടർ, മഴവെള്ളവുമായിട്ട് മിക്സ് ആവുന്നു. എന്നിട്ട് അതിനൊരു അസിഡിക് സ്വഭാവമുള്ളതായി മാറുന്നു. ആൻഡ് റീച്ചസ് ദ എർത്ത് ആസ് ആസിഡ് റെയിൻ. എന്നിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതൊരു ആസിഡ് റെയിനായിട്ട് മാറുന്നു. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. വെൻ കോൾ, പെട്രോളിയം ഫ്യൂൽസ്, ഡീസൽസ് എക്സെട്ര ആർ ബേൺഡ്, മെനി ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എക്സെട്ര ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. In the atmosphere, these gases mix with the rainwater, making it acidic and reaches the earth as acid rain. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ. ഹൗ സ്മോഗ് ഈസ് ഫോംഡ്? എങ്ങനെയാണ് സ്മോഗ് ഫോം ചെയ്യുന്നതെന്ന്? സ്മോഗ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോഗ് എന്ന് പറഞ്ഞാൽ സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും ഒരു മിക്സിംഗ് ആണ്. Smoke and dust from industries, construction activities, vehicles, burning of agriculture residues, etc. fill the atmosphere. അപ്പോൾ സ്മോക്ക് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? സ്മോക്കും ഡസ്റ്റും വരുന്നത് ഇൻഡസ്ട്രീസിൽ നിന്ന് വരും. പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് വരും. പിന്നെ വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ്. അഗ്രികൾച്ചർ റെസിഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്ത് പല അവശിഷ്ടങ്ങളും ഉണ്ടാവില്ല, അത് കത്തിക്കും, അതിലൂടെയും സ്മോക്ക് വരാം. ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഫില്ല് ചെയ്യുകയാണ്. ദീസ് ദെൻ മിക്സ് വിത്ത് ഫോഗ് ടു ഫോം സ്മോക്ക്. അപ്പോൾ ഇതൊക്കെ ആരുമായിട്ട് മിക്സ് ആവും? ഫോഗുമായിട്ട് മിക്സ് ആവും. അങ്ങനെയാണ് സ്മോഗ് ഉണ്ടാവുന്നത്. Okay, smog is a blend of smoke and fog, smoke and dust from industries, construction activities, vehicles, burning of agriculture residues fill the atmosphere. അപ്പോൾ ഇത് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരെ എവിടെ നിന്നൊക്കെയാണ് സ്മോക്ക് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസിൽ നിന്ന് വരാം, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ നിന്ന് വരാം, വെഹിക്കിൾസിൽ നിന്ന് വരാം, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ്. അപ്പം നമ്മൾ 2 ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. What are the different sources of revenue of local self-government bodies? B part and mention the taxes received by പഞ്ചായത്ത്. ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റവന്യൂ എന്തൊക്കെയാണ്? അവർക്ക് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ, ഡിഫറെൻറ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനും. അപ്പം നമുക്ക് എഴുതാം. വാരിയസ് ടൈപ്സ് ഓഫ് ടാക്സ്. അവർക്ക് ടാക്സിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. എങ്ങനെയാണ്? ഫീ ആൻഡ് ഫൈൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺ, ഷെയർസ് ഫ്രം ബെനഫിഷ്യറീസ്, കോൺട്രിബ്യൂഷൻ. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ടാക്സ് കിട്ടുന്ന. ആ ടാക്സാണ് അവരുടെ റവന്യൂ.
അതൊക്കെയാണ് various types of taxes, fee and fines, different types of loan, shares from beneficiaries, contribution. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, മെൻഷൻ ദ ടാക്സസ് റിസീവ്ഡ് ബൈ പഞ്ചായത്ത്. പഞ്ചായത്തിന് ഏതൊക്കെ തരത്തിലാണ് ടാക്സ് കിട്ടുക? ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ ബിൽഡിംഗ് ടാക്സ് ഏത് വിഭാഗത്തിൽ പെടുന്ന? പഞ്ചായത്തിൻ്റെ ആണ്. പ്രൊഫഷണൽ ടാക്സും പഞ്ചായത്തിൻ്റെ ആണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സും പഞ്ചായത്തിന്. നെക്സ്റ്റ് വി ഹാവ് ആക്ടിവിറ്റി 4 ആണ്. നോക്കാം. മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ 2 ഫാക്ടേഴ്സ്. അപ്പോൾ മാപ്പ് ക്ലാസിഫൈ ചെയ്യുന്നത് 2 ഫാക്ടർ അനുസരിച്ചിട്ടാണ്. ഒന്ന് ഫങ്ഷൻ ഓഫ് ദി മാപ്പ്, എന്താണോ ആ മാപ്പിൻ്റെ ഫങ്ഷൻ അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്, പിന്നെ മാപ്സ് ഉണ്ടാക്കിയിരിക്കുന്ന സ്കെയിൽ, ഈ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് മാപ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ക്യാൻ മാപ്സ് ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ? അതായത് ഫസ്റ്റത്തെ ദ ഫങ്ഷൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ ദർ ആർ 2 ക്ലാസിഫിക്കേഷൻ. ഒന്ന് ഫിസിക്കൽ മാപ്പും രണ്ടാമത്തേത് കൾച്ചറൽ മാപ്പുമാണ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്സ് ദാറ്റ് ഡെപ്പിക്റ്റ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ സച്ച് ആസ് ടോപ്പോഗ്രഫി, സോയിൽ, റിവേഴ്സ്, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. അതായത് ഒരു റീജിയനിൽ, ഒരു പ്രദേശത്തെ, ഒരു റീജിയനിലെ നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവല്ലോ, അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നതിനെയാണ്, അതായത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സോയിൽ ഉണ്ടാവും, റിവർ ഉണ്ടാവും, അവിടെ മണ്ണിൻ്റെ ഘടന ഉണ്ടാവും, ക്ലൈമറ്റ് ഉണ്ടാവും, അവിടുത്തെ സസ്യങ്ങൾ, ട്രീസ്, അങ്ങനെ നാച്ചുറലായിട്ട്, അതായത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ലാതെ അവിടെ പ്രകൃതി തന്നെ കനിഞ്ഞനിങ്ങിയ നാച്ചുറൽ കാര്യങ്ങളെ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്ന മാപ്പിനെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. കൾച്ചറൽ മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാപ്സ് ദാറ്റ് ഡെപ്പിക്റ്റ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്, അതായത് മനുഷ്യന്മാരുണ്ടാക്കിയ കാര്യങ്ങൾ മാപ്സിൽ ഉൾപ്പെടുത്തുന്ന അങ്ങനെയുള്ള മാപ്സിനെയാണ് നമ്മൾ കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നാച്ചുറൽ ഫീച്ചേഴ്സ്, ഇത് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ്. ഓക്കെ. For example, political divisions such as countries, states and districts and roads, railways, ports, population distribution, ഡിസ്ട്രിക്റ്റ്, അതേപോലെ റോഡ്, റെയിൽവേസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയത്, മാൻമെയ്ഡാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കൾച്ചറൽ മാപ്സ് എന്ന് പറയാം. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ വി ക്യാൻ ക്ലാസിഫൈ ദ മാപ്സ് ഇൻ ടു ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ മാപ്സ്. ഫിസിക്കൽ മാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇൻവോൾവ്സ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻസ്. കൾച്ചറൽ മാപ്സ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി 5 ആണ്. Okay, in different parts of the world there exist various types of farming practices. What are the reason for this different in farming practices? അപ്പോൾ നമ്മുടെ ലോകത്ത് ഒന്നാകെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമേരിക്കയിലും അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലുണ്ടാകുന്ന ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ രീതിയായിരിക്കില്ല നമ്മുടെ ഇന്ത്യയിലും ഏഷ്യൻ കൺട്രീസിൽ പിന്നെ നടപ്പാക്കുന്നത്. അപ്പോൾ അതിനെന്താണ് കാരണം? ആ ഫാമിങ്ങിലുള്ള ഡിഫറൻസിന് കാരണം എന്താണ്? ഒന്നാമത് എന്താണ്? ഫിസിയോഗ്രഫി നമുക്ക് എഴുതാം. അതായത് ഓരോന്നിൻ്റെയും ഫിസിക്കൽ ഫീച്ചേഴ്സ് വ്യത്യാസമാണ്. പിന്നെ നെക്സ്റ്റ് സോയിൽ ഫെർട്ടിലിറ്റി. നെക്സ്റ്റ് ക്ലൈമറ്റ് യൂറോപ്യൻ കൺട്രീസിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു ഏഷ്യൻ കൺട്രീസ്. അതേപോലെ വാട്ടർ അവൈലബിലിറ്റീസ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, വാല്യൂ ഓഫ് ക്രോപ്സ്, അവൈലബിൾ ടെക്നോളജി. ഇതൊക്കെ നമ്മുടെ ഫാമിംഗ് പ്രാക്ടീസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫിസിയോഗ്രഫി, നല്ല സോയിൽ ഫെർട്ടിലിറ്റി ഉള്ളിടത്ത് കുറേ കൃഷി നമുക്ക് നടത്താം. അതേപോലെ നല്ല ക്ലൈമറ്റ്, അതേപോലെ വാട്ടർ അവൈലബിലിറ്റി, പോപ്പുലേഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, ഇതൊക്കെ നമ്മുടെ ഫാമിങ്ങിനെ അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഗേവ് മോർ പവേഴ്സ് ടു self-government bodies? Next question, which law came into force through the 73rd constitutional amendment? Next, what are the 2 types of urban local self-government bodies? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ്? 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ദാറ്റ് ഗിവ്സ് മോർ പവേഴ്സ് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് ബോഡീസ്. നെക്സ്റ്റ് നമ്മൾ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം
പ്രകാരം വന്നത് ഏതാണ്? പഞ്ചായത്ത് രാജ് ആക്റ്റാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് അർബൻ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്? ഏതാണ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 2 ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്: നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. എന്താണ് നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ? മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നാണ് നമ്മുടെ ഇങ്ങോട്ടൊക്കെ അറിയുന്നത്. അപ്പോൾ നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, ഇങ്ങനെ 2 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസാണ് ഉള്ളത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 7 നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? ഡീസെൻട്രലൈസേഷൻ, പവർ വികേന്ദ്രീകരിക്കുക, അതെന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ്, അതിൻ്റെ ബി പാർട്ടാണ്. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. അപ്പോൾ 3 ഫീച്ചേഴ്സ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? എ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി to the people to take decision and execute them is called decentralization of power. A political or administrative system ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദ പവർ, അതായത് അവരുടെ പവർ ലീഗലി എന്താണ് പീപ്പിളിന് കൊടുക്കുക. എന്താണ്? ടു ടേക്ക് ഡിസിഷൻ, തീരുമാനം എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ജനങ്ങൾക്ക്, ടു ദ പീപ്പിൾ. അതാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ 3 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലോക്കൽ എക്കോണമി, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ആ ജനങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ലോക്കലിൽ അവിടെ ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 8. വാട്ട് ഈസ് മാപ്സ്? റൈറ്റ് എനി 3 യൂസേജ് ഓഫ് മാപ്പ്. എന്താണ് മാപ്പ്? മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്സ് ആർ മെയ്ഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ എർത്ത് ഓർ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. മാപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയോ അല്ലെങ്കിൽ ഒരു പോർഷനോ ഒരു പ്ലെയിൻ സർഫസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാപ്സ് എന്ന് പറയുന്നത്. മാപ്സ് ആർ മെയ്ഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. Such plane surfaces on which the earth is partially or completely depicted are called maps. അങ്ങനെയുള്ള ആ സ്ഥലങ്ങളെ ഡെപ്പിക്റ്റ് ചെയ്ത ആ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാപ്പ് എന്ന് പറയുന്നത്. ഇനി 3 യൂസേജ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന് എന്താണ്? ടു ലൊക്കേറ്റ് എ പ്ലേസ്, ഒരു പ്ലേസ് കണ്ടുപിടിക്കാൻ മാപ്പ് നമ്മളെ സഹായിക്കുന്നു. ടു ഫൈൻഡ് ദ റൂട്ട് ഓർ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സ്ഥലം എവിടെയാണെന്ന് കാണാൻ അത് ഉപകാരമാണ്. അതേപോലെ ഡെസ്റ്റിനേഷൻ്റെ റൂട്ട്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് മാപ്പ് കൊണ്ട് നമുക്കുള്ള ഉപകാരങ്ങൾ. അപ്പോൾ നമ്മൾ 8 ആക്ടിവിറ്റീസാണ് ഇതിൽ പഠിച്ചത്. നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും 10 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരും. അതിൽ അറിയാവുന്ന 8 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.